ഈശോയെ, അങ്ങയുടെ തിരുസാന്നിധ്യം ഇറങ്ങി വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഈ നിമിഷങ്ങൾ കർത്താവേ, പ്രാർത്ഥന ഗാനത്തോടെ അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങളെ സ്വീകരിക്കുമ്പോൾ കൃപയൊട്ടും കുറയാതെ, കരുണയൊട്ടും കുറയാതെ അങ്ങ് ഞങ്ങളിലേക്ക് നൽകണമേ. അളവില്ലാതെ അധികമായ അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിയണമേ. ഈശോയെ, ഈ നൊവേനയുടെ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ നിയോഗങ്ങൾ, ഞങ്ങളുടെ പൊതുവായ നിയോഗങ്ങൾ, ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ നൊവേനയുടെ അവസാന ദിവസം കർത്താവേ, ഞങ്ങളങ്ങയുടെ കരുണയെ വാഴ്ത്തി പാടുമ്പോൾ തമ്പുരാനെ, ഇതുവരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും ഓർത്ത് നന്ദി പറയാണ്. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്, നിയോഗങ്ങളെ സമർപ്പിക്കുകയാണ്. ഈശോയെ, ഈ ആരാധനാലയത്തിലേക്ക്, ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് വിവിധ നിയോഗങ്ങൾ എഴുതിയും ഫോണിൽ വിളിച്ചും ഇമെയിൽ അയച്ചും ഒക്കെ സമർപ്പിച്ച എല്ലാ മക്കൾ, ഇവിടെ നേരിട്ട് വന്ന് പ്രാർത്ഥിച്ചവർ, ഈ ദിവസങ്ങളിൽ ഈ നൊവേനകളിൽ ഇവിടെ ആയിരുന്ന് പ്രാർത്ഥിച്ച ആരാധിച്ച അങ്ങയുടെ മക്കൾ, എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ. ഈശോയെ, നിന്റെ വലിയ സ്നേഹം അളവില്ലാതെ അധികമായി ഞങ്ങളിലേക്ക് ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസാന്നിധ്യം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരിക. ഈശോയെ, കൃപ ചൊരിയണമേ, കരുണ ചൊരിയണമേ. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ ശുശ്രൂഷ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ സ്വന്തമായതെല്ലാം അങ്ങ് തന്നതെല്ലാം അനുഗ്രഹമാക്കി മാറ്റണമേ. ഞങ്ങളുടെ കണ്ണുനീരുകളെ തുടച്ചു മാറ്റണമേ. ഈശോയെ, അങ്ങനെ എന്നെ ഏൽപ്പിച്ച പൗരോഹിത്യ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കാൻ അങ്ങ് തന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ആരാധനയിൽ ഞാൻ പ്രാർത്ഥിക്കാം. ഇവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ നിയോഗങ്ങൾ, സങ്കടങ്ങൾ, സ്വപ്നങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങനെ ഏൽപ്പിച്ചെന്ന ഈ മക്കളുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുകയാണ്. കർത്താവേ, കരുണ ചൊരിയണമേ, കൃപ ചൊരിയണമേ. പ്രാർത്ഥനാ ഗാനത്തോട് ചേർന്ന് ഈശോയെ നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. വൻതിര വന്നാലും തോണിയുലഞ്ഞാലും അമരക്കാരനായി എൻ്റെ യേശുവുണ്ടല്ലോ. വൻതിര വന്നാലും തോണി ഉലഞ്ഞാലും അമരക്കാരനായി എൻ്റെ യേശുവുണ്ടല്ലോ. കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ വലിയ തിരമാലകൾക്ക് മുമ്പിൽ, സങ്കടങ്ങൾക്ക് മുമ്പിൽ തോറ്റുകൊടുക്കാതെ അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ച് എൻ്റെ ജീവിതത്തിൽ അങ്ങുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിൽ പ്രിയ ശിഷ്യനായ പത്രോസിന്റെ വള്ളത്തിലേക്ക് അങ്ങ് കയറിയതുപോലെ പിന്നീട് ആ വള്ളങ്ങളിലൊന്ന് ആടിയൊലഞ്ഞപ്പോൾ അതിൻ്റെ അമരത്ത് അധികാരമേറ്റെടുത്ത് അങ്ങ് നിന്നതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. ആടിയുലയുന്ന എൻ്റെ ഈ ജീവിതത്തിലേക്ക് അധികാരിയായി അങ്ങ് വരണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതമാമലകടലിൽ തോണിയേറി ഞാൻ സിയോനിൻ തീരം തേടി യാത്ര പോകുന്നു. വൻതിര വന്നാലും തോണി ഉലഞ്ഞാലും അമരക്കാരനായി എൻ്റെ യേശുവുണ്ടല്ലോ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ. ഊരിരുൾ നിറഞ്ഞാലും തീരമകന്നാലും കരയണച്ചിടാനെൻ്റെ യേശുവുണ്ടല്ലോ. ഊരിരുൾ നിറഞ്ഞാലും തീരമകന്നാലും കരയണച്ചിടാനെൻ്റെ യേശുവുണ്ടല്ലോ. ജീവിതമാമലകടലിൽ തോണിയേറി ഞാൻ സിയോനിൻ തീരം തേടി യാത്ര പോകുന്നു. ഈശോയെ, എൻ്റെ ജീവിതം ആടി ഒലയുമ്പോഴും നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിപ്പോകുമ്പോഴും അങ്ങയുടെ കരുണ മാത്രമാണ് എൻ്റെ ആശ്രയം. എൻ്റെ കുടുംബം തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ, രോഗപീഠകൾ, കടബാധ്യതകൾ എന്നെ പിടിച്ചു മുക്കുമ്പോൾ, സങ്കടങ്ങൾ പർവ്വതം പോലെ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഒരു ചുഴി പോലെ കണ്ണുനീരെന്നെ
ആഴത്തിലേക്ക് വലിച്ചടുപ്പിക്കുമ്പോൾ എൻ്റെ ആശ്വാസം നീ മാത്രമാണ്. കരുണ സമൃദ്ധമായി ചൊരിയുന്ന എൻ്റെ ദൈവമേ, ആടിയുലഞ്ഞാലും ഞാൻ വീണുപോകാതെ വെള്ളത്തിന് മീതെ എൻ്റെ കാലുകളെ ഉറപ്പിച്ചു നിർത്തുന്ന എൻ്റെ ദൈവമേ, താണുപോകാതെ കരം പിടിക്കുന്നവനെ, ഭയപ്പെട്ട് വീണുപോയാലും പിടിച്ചുയർത്തുന്നവനെ, ഈശോയെ ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ കുടുംബത്തോട് ചേർന്ന്, എൻ്റെ ജീവിത സാഹചര്യങ്ങളോട് ചേർന്ന്, എൻ്റെ സന്തോഷവും സങ്കടങ്ങളോടും ചേർന്ന് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. തമ്പുരാൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. നമ്മുടെ കരുണയുടെ നൊവേനയുടെ അവസാനത്തെ ദിവസം ഈശോയെ, ഈ ദിവസങ്ങളെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ച നിയോഗങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ്. അങ്ങ് അതിൻ്റെ മേലെല്ലാം തീരുമാനങ്ങൾ എടുത്തു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവേ, ഈ ദിവസം ഈ മണിക്കൂറിൽ പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, ഞങ്ങളുടെ നിയോഗങ്ങൾ, പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവ്, ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തി ഓരോരുത്തരെയും ഓർത്ത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ആലയത്തെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയുടെ ഭാഗമാക്കി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റിയതിന്, ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് ഈശോയെ നന്ദി പറയുന്നു. കർത്താവെ, നിന്റെ കൃപയാണ്, നിന്റെ അനുഗ്രഹമാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത്. അങ്ങാണ് ആരാധനയ്ക്ക് അർഹൻ, അങ്ങാണ് ഏറ്റവും സ്തുത്യർഹൻ. ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവെ, ഞങ്ങളങ്ങ് ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കും. തമ്പുരാനെ, നിയോഗങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ മുൻപിലായിരിക്കുകയാണ്. കർത്താവെ, കൃപ ചൊരിയണമേ, അഭിഷേകം ചൊരിയണമേ, അങ്ങയുടെ എല്ലാ കൃപാവര ദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഹൃദയം തുറന്ന് ശക്തിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോ ആരാധന 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 യേശുവേ ആരാധന ഈശോ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഈശോ ആരാധന ആരാധന. നമുക്ക് കരങ്ങളൊക്കെ അടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കൃപയെ ഓർത്ത്, അങ്ങയെ സഹായങ്ങൾ ഓർത്ത്, അങ്ങയുടെ വലിയ സ്നേഹമോർത്ത് ഞങ്ങൾ നന്ദി പറയും. തിരുസഭയോട് ചേർന്ന് ഞങ്ങളെ ആരാധിക്കുകയാണ്. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളെ ആരാധിക്കും. കരങ്ങളടിക്കാം ശക്തിയോടെ. അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും. കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ചേർന്ന് പാടുകേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കർത്താവേ, വേദനകളിൽ, ചങ്ങലകളിൽ, കാരാഗൃഹത്തിൽ അങ്ങേ ആരാധിച്ച വിശുദ്ധ മക്കൾ, രക്തസാക്ഷികൾ, സഭയ്ക്ക് വേണ്ടി നിന്നവർ, വിശ്വാസത്തിന് വേണ്ടി ജ്വലിച്ചവർ, അവരോട് ചേർന്ന് ഞങ്ങളങ്ങെ ആരാധിക്കുകയാണ്. സ്വർഗത്തിൽ അങ്ങയെ നിരന്തരം പാടിപ്പകഴ്ത്തുന്ന മാലാഖമാരോട് ചേർന്ന് ഞങ്ങളങ്ങെ ആരാധിക്കുകയാണ്. വിശുദ്ധ മനസ്സുകളോട് ചേർന്ന് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. പൂർവ്വപിതാക്കന്മാരോട്, ന്യായാധിപന്മാരോട്, രാജാക്കന്മാരോട്, പ്രവാചകന്മാരോട് ചേർന്ന് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. വിശുദ്ധരോട്, അപ്പസ്തോലന്മാരോട്, രക്തസാക്ഷികളോട് ചേർന്ന് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. സകല പുണ്യവാന്മാരോട്, വിശുദ്ധരോട്, ഞങ്ങളുടെ കാവൽ മാലാഖമാരോട്, ഞങ്ങളുടെ പേരിന്റെ കാരണഭൂതരായ വിശുദ്ധരോട് ചേർന്ന് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. കരങ്ങളടിച്ച് ശക്തിയോടെ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ.
ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ശക്തിയോടെ ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് എല്ലാ പ്രാർത്ഥന ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഇവരുടെ നിയോഗങ്ങളിലേക്ക് അങ്ങയുടെ കരുണ ചൊരിയണമേ. കുടുംബങ്ങളിലേക്ക് കരുണ ചൊരിയണമേ. കർത്താവേ, അങ്ങേ പ്രാർത്ഥിക്കുന്ന, അങ്ങേ ആരാധിക്കുന്ന, അങ്ങയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ കുടുംബങ്ങളിലേക്ക്, ജീവിത നിയോഗങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക് അനുഗ്രഹം ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ കുഞ്ഞുമക്കളിലേക്ക്, വിദ്യാർത്ഥിനികളിലേക്ക്, യുവജനങ്ങളിലേക്ക് അങ്ങയുടെ കൃപ സമൃദ്ധമായിട്ട് ചൊരിയണമേ. എല്ലാ മാതാപിതാക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, കർത്താവേ, പ്രായം മൂലം, രോഗാധിക്യം മൂലം ആശുപത്രികളിലോ ഭവനങ്ങളിലോ ക്ലേശിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ കൃപ ചൊരിയണമേ. അങ്ങയുടെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരിലേക്കും, എല്ലാ വൈദികരിലേക്ക്, സന്യാസിനികളിലേക്ക്, വൈദിക വിദ്യാർത്ഥികളിലേക്ക്, സന്യാസാർത്ഥികളിലേക്ക് അങ്ങയുടെ കൃപ സമൃദ്ധമായി അഭിഷേകമായി ചൊരിയണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന എല്ലാവരിലേക്കും നിറയണമേ. തിരുസഭയിലേക്ക് അങ്ങയുടെ അഭിഷേകം നിറയ്ക്കണമേ. ഭാരത സഭയിലേക്ക് അങ്ങയുടെ അഭിഷേകം നിറയ്ക്കണമേ. കേരള സഭയിലേക്ക് അങ്ങയുടെ അഭിഷേകം നിറയ്ക്കണമേ. കർത്താവേ, ലോകം മുഴുവനുള്ള അങ്ങയെ വിശ്വസിക്കുന്ന എല്ലാവരിലേക്കും, അങ്ങയുടെ നാമത്തെ ഏറ്റുപറയുന്ന എല്ലാ മക്കളിലേക്കും, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ അഭിഷേകം ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ആരാധന, 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 ആരാധന. ഈശോ, ആരാധന, 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 ആരാധന. ഈശോ, ആരാധന. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആഗ്രഹത്തോടെ അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ പത്രോസിന്റെ മേൽ അയച്ച, സിഹോനിലേക്ക് അയച്ച, പൗലോസിലേക്ക് അയച്ച ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്, ജീവിത മേഖലയിലേക്ക്, ശുശ്രൂഷ മേഖലയിലേക്ക് കർത്താവേ ഇറങ്ങണമേ. മക്കളുടെ പഠനത്തിലേക്ക് പരിശുദ്ധാത്മാവെ ഇറങ്ങണമേ. ജീവിത വിശുദ്ധിയിലേക്ക് പരിശുദ്ധാത്മാവെ ഇറങ്ങണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവേ അളവില്ലാതെ അധികമായി ഈ മക്കളിലേക്ക് ഈ സമയം നിറയണമേ. ഇവരുടെ കുടുംബങ്ങളിലായിരിക്കുന്നവര്, പ്രിയപ്പെട്ടവരിലേക്ക്, ദൂരദേശത്തായിരിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവേ അഭിഷേകം ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കടങ്ങളിലേക്ക് ഈശോയുടെ സ്നേഹമയക്കണമേ പരിശുദ്ധാത്മാവേ. ദുഃഖിതരായിരിക്കുന്ന മക്കളിലേക്ക് ഈശോയുടെ പ്രത്യാശ അയക്കണമേ പരിശുദ്ധാത്മാവേ. സങ്കടത്തിലായിരിക്കുന്ന മക്കളിലേക്ക് ഈശോയുടെ സമാധാനമയക്കണമേ പരിശുദ്ധാത്മാവേ. വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ കൊണ്ട് തിരുസഭയെ മോടി പിടിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. സഭയെ ശക്തിപ്പെടുത്താൻ അനേകം പ്രേക്ഷിതരെ പത്രോസിന്റെയും പൗലോസിന്റെയും ചൈതന്യത്തിൽ, അപ്പസ്തോലിക സഭയുടെ ചൈതന്യത്തിൽ, തിരുസഭയിൽ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു ആത്മീയ മോടി, ആത്മീയ അഭിഷേകത്തിലേക്ക്, ശക്തിയിലേക്ക് മക്കളെ അയക്കണമേ. ഈ കൂട്ടായ്മയിൽ നിന്ന് പ്രേക്ഷിതരെ വളർത്തിയെടുക്കണമേ. നിന്നെ കുറിച്ച് പ്രഘോഷിക്കാൻ, നിന്നെ മുറുകെ പിടിക്കാൻ അഭിഷേകമുള്ള തീ പോലെ കത്തുന്ന പ്രേക്ഷിതരെ, വിശുദ്ധ മനസ്സുകളെ കർത്താവേ ഈ കൂട്ടായ്മയിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഉയർത്തിയെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നിറയണമേ, നിറഞ്ഞാവസിക്കണമേ, കൂട്ടായ്മ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ, അഭിഷേകം കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അനേകം വചന പ്രഘോഷകരെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളിൽ നിന്ന് പരിശുദ്ധാത്മാവെ തെരഞ്ഞെടുക്കണമേ. ഈശോയെ, മക്കളിലേക്ക് നോക്കണമേ. പത്രോസിന്റെ വള്ളം ഗനേസരത്തെ തടാകത്ത് കിടക്കുന്നത് കണ്ട ഈശോയെ, ആ വള്ളത്തിലേക്ക് പ്രവേശിച്ച് ഈശോയെ, ആ വള്ളത്തിൽ നിന്ന് പഠിപ്പിച്ച് ഈശോയെ, ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞു ഈശോയെ, അനുഗ്രഹം നിറച്ച് ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യരെ പിടിക്കാൻ, തിരുസഭയിൽ തീപ്പന്തങ്ങളാവാൻ, അപ്പസ്തോലന്മാരാവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ. ഈശോയെ, അങ്ങയുടെ റൂഹായ അയക്കണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഗിദെയോനിൽ ആവസിച്ച പരിശുദ്ധാത്മാവേ, പ്രവാചകന്മാരിൽ ആവസിച്ച പരിശുദ്ധാത്മാവേ, ദാവീദിനെ അഭിഷേക തൈലം കൊണ്ട് പൂശിയപ്പോൾ like a rush of anointing, പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ കുത്തൊഴുക്ക് പോലെ ദാവീദിലേക്ക് ഇറങ്ങിയതുപോലെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ യുവജനങ്ങളിലേക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങണമേ. അഭിഷേകത്തിന്റെ കുത്തൊഴുക്ക്, the rush of mighty anointing that fell upon David. കർത്താവേ, അതേ അഭിഷേകം ഈ മക്കളിലേക്ക് നൽകണമേ. ശക്തമായി ശ്രദ്ധിച്ച മക്കളെ, വലിയ അഭിഷേകം നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് നൽകട്ടെ. പരിശുദ്ധാത്മാവേ, ജ്വലിക്കണമേ, തീ പിടിപ്പിക്കണമേ, അഭിഷേകം ജ്വലിക്കണേ, വിശുദ്ധി കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ, റൂഹായേ, ജ്ഞാനത്തിന്റെ ആത്മാവേ നിറയണമേ, ജ്ഞാനത്തിന്റെ ആത്മാവേ നിറയണമേ. ദാനിയേലിൽ നിറഞ്ഞ ജ്ഞാനത്തിന്റെ ആത്മാവ്, വെളിവിന്റെ ആത്മാവ് ഈ കൂട്ടായ്മയിലേക്ക് നിറയട്ടെ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്ക് നിറയട്ടെ. ഈശോയെ, അഭിഷേകം ചൊരിയണമേ, അങ്ങനെ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ചു തരണമേ. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ, ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ, നാവിനെ ജ്വലിപ്പിക്കണമേ. വചനം പ്രഘോഷിക്കാൻ, വചനം പഠിക്കാൻ, വചനം വ്യാഖ്യാനിക്കാൻ, ജീവനുള്ള വചനം കൊണ്ട് മനുഷ്യരെ എഴുന്നേൽപ്പിക്കാൻ അനേകം മക്കളെ ഈ ആരാധന സമൂഹത്തിൽ നിന്ന് തെരഞ്ഞെടുക്കണമേ പരിശുദ്ധാത്മാവേ. ദൈവത്തിന്റെ അപ്പസ്തോലന്മാരാവാൻ, പ്രേക്ഷിതരാവാൻ കർത്താവേ, അങ്ങയുടെ മക്കളിലേക്ക് ഈ സമയം അങ്ങ് നോക്കണമേ പരിശുദ്ധാത്മാവേ. സെഹിയോനിൽ നിറഞ്ഞതുപോലെ ഇവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഈ സമയം നാം ഇറങ്ങണമേ പരിശുദ്ധാത്മാവേ. റൂഹായേ, 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 നിറയണമേ, നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. അളവില്ലാതെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടോണ്ട് പ്രാർത്ഥിച്ചേ. അളവില്ലാതെ 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 നിറയണമേ. ഓ, അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഫൗസ്തീന അമ്മയുടെ ഡയറിയിൽ 1228 ഖണ്ഡികയിൽ ഈശോ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മന്ദതയിൽ നിബന്ധിച്ച ആത്മാക്കളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക, തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക, എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക, എൻ്റെ ഹൃദയത്തെ വേദനാജനകമായി മുറിവേൽപ്പിക്കുന്നവരെ എൻ്റെ കരങ്ങളിലേക്ക് തരിക. ഒലിവ് തോട്ടത്തിൽ വെച്ച് എൻ്റെ ഹൃദയം തീവ്രവേദനയിൽ വലഞ്ഞത് മന്ദത ബാധിച്ച ഹൃദയമുള്ളവരെ പ്രതിയാണ്. ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക്, അങ്ങയുടെ കാരുണ്യത്തിലേക്ക്,
ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ആത്മീയ മന്ദത, അലസതയൊക്കെ ഞങ്ങളെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടെങ്കിൽ, വെളിപാട് പുസ്തകത്തിൽ അങ്ങ് കൽപ്പിച്ചതുപോലെ ആദ്യ സ്നേഹം, ആ തീ, ആ തീക്ഷ്ണത, ആ ചൂട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഞങ്ങളുടെ കരുണ ഞങ്ങളിലേക്ക് അളവില്ലാതെ അധികമായി ചൊരിഞ്ഞു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ. നമുക്ക് ഏറ്റവും പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങ് കാരുണ്യം തന്നെയാകുന്നു. അങ്ങ് കാരുണ്യം തന്നെയാകുന്നു. അങ്ങയുടെ കനിവ് നിറഞ്ഞ ഹൃദയത്തിലേക്ക്, അങ്ങയുടെ കനിവ് നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്ദത ബാധിച്ച ആത്മാക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവനറ്റ ശരീരങ്ങളെ പോലെ ആറിത്തണുത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ. ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങയുടെ കരുണയുടെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിന്റെ തീക്ഷ്ണതയിലേക്ക് ഇവരെ നയിക്കണമേ. പരിശുദ്ധമായ സ്നേഹത്തിന്റെ ദാനം അവരിൽ ചൊരിയണമേ. എന്തെന്നാൽ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ. നിത്യനായ പിതാവേ, ഏറ്റവും ദയയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത ബാധിച്ച എല്ലാ ആത്മാക്കളുടെയും മേൽ അങ്ങയുടെ ദയ ചൊരിയണമേ. കാരുണ്യത്തിന്റെ പിതാവേ, അങ്ങയുടെ പുത്രന്റെ ഏറ്റവും കൈപ്പേറിയ പീഡാസഹനങ്ങളെ പ്രതിയും കുരിശിലെ 3 മണിക്കൂർ സമയത്തെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു. അവരും അങ്ങയുടെ അഗാധ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാവട്ടെ. ആമേൻ. നമുക്ക് ത്യാഗത്തോടെ മുട്ടിന്മേലായിരിക്കാം. കരുണയുടെ 9ാമത്തെ ദിവസം ദൈവത്തിൻ്റെ കരുണയെ വാഴ്ത്തി പാടുന്ന സമയമാണ്. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ കരുണയുടെ ലുത്തിനിയ നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഏറ്റുചൊല്ലാം. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പിതാവിന്റെ മടിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മനസ്സിലാവാനാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാനുഷികമോ അമാനുഷികമായ ബുദ്ധിക്ക് അളക്കാനാവാത്ത ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്വർഗത്തെക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ജീവിതകാലം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മരണസമയത്ത് ഞങ്ങളെ പ്രത്യേകമായി ചേർത്ത് പിടിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നരകത്തീയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കഠിന പാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ,
ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ കരവേലകളെല്ലാം അതിശയിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളുടെ എല്ലാം മകുടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ എപ്പോഴും മുഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏക പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ സമയത്ത് ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധരുടെ ആനന്ദവും ഹർഷപാരവശ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവർത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ, അങ്ങയുടെ വലിയ കരുണയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളിലേക്ക് അങ്ങയുടെ അനുഗ്രഹം അളവില്ലാതെ അധികമായി ചൊരിയണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈശോയുടെ കരുണയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക, കരങ്ങൾ കുപ്പിപ്പിടിക്കാം. തമ്പുരാനെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും, പ്രത്യേകിച്ച് ഈ 9 ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച എല്ലാ മക്കളുടെയും ഓരോ നിയോഗങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക്, കൃപയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഈശോയെ, ആലയത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും, ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ, ഈശോ ഇവരായിരിക്കുന്ന ഇടങ്ങൾ, സ്ഥലങ്ങൾ, അവരുടെ നിയോഗങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ കരുണ അവരിലേക്ക് സമൃദ്ധമായിട്ട് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവേ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് അങ്ങയുടെ അനുഗ്രഹം വലുതായി അളവില്ലാതെ അധികമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ച് ശക്തമായിട്ട് സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കട്ടെ, എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുള്ള നാഥനേ, കരുണാമയ, കരുണയുള്ള നയനമോടെ എന്നെ നോക്കണേ. കരുണയുള്ള നാഥനേ, കരുണാമയ, കരുണയുള്ള നയനമോടെ എന്നെ നോക്കണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന്